കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടെയുള്ള വിദ്യാഭ്യാസ പദ്ധതി PM ശ്രീ. ആ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിനെതിരെ നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു ഇന്ന് പ്രതിപക്ഷം. CPI അംഗം P പ്രസാദാണ് അവതരിപ്പിച്ചത്. അത് തന്നെ ഏറ്റവും വലിയ തട്ടിപ്പ് എന്ന് പറയേണ്ടി വരും. കാരണം CPI എതിർക്കുകയും CPM മന്ത്രിമാർ തലയിൽ മുണ്ടിട്ട് പോയി ഒപ്പിടുകയും ചെയ്ത ഒരു പദ്ധതിയാണ് PM ശ്രീ എന്ന് നമുക്കറിയാം. CPM വലിയ രീതിയിൽ എതിർക്കുന്നുണ്ടെങ്കിലും അത് പുറത്തു പറയാൻ കഴിയാതെ CPIയെ കൊണ്ട് തന്നെ സഭയിൽ പറയിപ്പിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അതിനെതിരെ സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് CPM MLAമാർ പുറത്തു വരാത്തത് എന്നർത്ഥം. ഏതായാലും CPI അംഗം പ്രസാദാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് എന്നെല്ലാവർക്കും അറിയാം. പ്രമേയം വസ്തുതകൾക്ക് നിരക്കാത്തതാണെന്നും പദ്ധതിയിൽ ഒപ്പിട്ടത് കഴിഞ്ഞ സർക്കാരാണെന്നും വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീൻ മറുപടി പറഞ്ഞതോടെ ഇതിന് വലിയ വിലയില്ലാതായി മാറി. കഴിഞ്ഞ സർക്കാർ ധാരണാപത്രം ഒപ്പിട്ടതിന് ശേഷം കേന്ദ്രം തടഞ്ഞു വച്ചിരുന്ന 99.27 കോടി രൂപയുടെ SSK ഫണ്ട് കൈപ്പറ്റിയതും പഴയ സർക്കാർ തന്നെയാണ്. പുതിയ സർക്കാർ ഏതെങ്കിലും കരാർ ഒപ്പുവയ്ക്കുകയോ തുടർ നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് മന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തു. 2024 മാർച്ച് 30 വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന റാണി ജോർജ് ഈ പദ്ധതിയിൽ അംഗമാകാൻ താൽപ്പര്യം പ്രകടിപ്പിച്ച് കേന്ദ്രത്തിന് കത്ത് നൽകിയിരുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി. 2024-25 അധ്യയന വർഷത്തിന് മുൻപ് ധാരണാപത്രം ഒപ്പിടാമെന്നും കത്തിൽ പറയുന്നുണ്ട്. ജൂലൈയിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ കമ്മിറ്റി ചേർന്ന് PM ശ്രീ പദ്ധതി നടപ്പാക്കാമെന്നും ധാരണാപത്രം ഒപ്പിടാമെന്നും ശുപാർശ ചെയ്യുകയും ചെയ്തിരുന്നു. 2025 ഒക്ടോബർ 16 ഈ ധാരണാപത്രം ഒപ്പിട്ടുവെന്നും മന്ത്രി വളരെ വ്യക്തമായി ആ സഭയിൽ വച്ചു. എല്ലാവരെയും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് മന്ത്രിമാരെയും CPIയും ഒന്നും അറിയാതെയാണ് ഈ ധാരണാപത്രം ഒപ്പുവെച്ചത് എന്നുള്ളത് വലിയ വാർത്തയായതാണ്. പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള അധികാരം കേന്ദ്രത്തിന് മാത്രമാണ് എന്നുള്ളതാണ് ഇതിൽ അടിവരയിട്ട് പറയുന്നത്. അങ്ങനെയുള്ള ഒരു അടിവരയിട്ട സംഭവം ഇടത് സർക്കാർ ഒപ്പിട്ട ധാരണാപത്രത്തിലാണ് പറയുന്നത്. സംസ്ഥാന താൽപ്പര്യം ബലികഴിച്ച് മുൻ സർക്കാർ ഒപ്പുവച്ച ഈ കരാറിനെ കുറിച്ചാണ് ഇപ്പോൾ വ്യാജ പ്രചരണം മൊത്തം നടത്തുന്നത്. മുഖ്യമന്ത്രിയുടെ ഒത്താശയോടെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി നടത്തിയ കാര്യങ്ങളുടെ ജാള്യം മറക്കാനാണ് ഇപ്പോൾ UDFനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി വരുന്നത്. അതോടുകൂടി CPMൻ്റെ PM ശ്രീ പദ്ധതിയോടുള്ള വലിയ വൈരാഗ്യം ജനങ്ങൾ അറിയുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് കാലത്ത് പദ്ധതി വിവാദമായപ്പോൾ ധാരണാപത്രം നടപ്പാക്കുന്നത് താൽക്കാലികമായി നീട്ടിവയ്ക്കുന്നു എന്നു മാത്രമാണ് കേന്ദ്രത്തിനൊരു കത്ത് നൽകിയത്. അല്ലാതെ പിന്മാറാൻ കത്ത് നൽകിയിട്ടില്ല എന്നുള്ള സത്യം മന്ത്രി ഷംസുദ്ദീൻ സഭയെ അറിയിക്കുകയും ചെയ്തു. PM ശ്രീ ഒപ്പിട്ടത് കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയാണെന്നാണ് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത്. പുതിയ ഉപസമിതിയെ വയ്ക്കുക മാത്രമാണ് പുതിയ സർക്കാർ ചെയ്തിരിക്കുന്നതെന്നും അടിയന്തര പ്രമേയ നോട്ടീസിനെ എതിർത്തുകൊണ്ട് അതിൻ്റെ ആവശ്യമേ ഇല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഷംസുദ്ദീൻ മന്ത്രി അറിയിക്കുകയാണ് ചെയ്തത്. അങ്ങനെ എല്ലാം ഇരുട്ടത്ത് നടത്തിയതിന് ശേഷം UDF സർക്കാരിനെതിരെ കുതിര കയറാൻ വന്ന എല്ലാ LDF പ്രതിനിധികളെയും ഷംസുദ്ദീൻ എന്ന വിദ്യാഭ്യാസ മന്ത്രി അങ്ങ് തീർത്ത് കളഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ കണ്ടു നോക്കാം. സയൻസാണ് അധികവും. അത് നമ്മുടെ നീറ്റ് പരീക്ഷയൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ചെയ്തതാണ്. അവിടെ നിങ്ങൾ NCERT സിലബസ് ആണ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത്. NCERT എന്താ? NCERT ഈ പറഞ്ഞ കേന്ദ്രത്തിൻ്റെ NEPയുമായി ബന്ധപ്പെട്ടതാണ് സർ. പിന്നെ ഇതിൽ വളരെ കൃത്യമായിട്ട് പിന്നെ ഞങ്ങളിതിൻ്റെ അംബാസഡർ ആക്കാനൊന്നും ശ്രമിക്കരുത്. ഞങ്ങളുടെ രാഷ്ട്രീയം വളരെ കൃത്യമാണ്. ഈ സംഘപരിവാർ അജണ്ടകൾക്കെതിരെ എന്നും ഞങ്ങൾ നിലപാടെടുക്കും, ഇനിയെടുക്കും, ഇതിനു മുമ്പും എടുത്തിട്ടുണ്ട്. സർ, ഒരു വിവാദം ഉണ്ടായത് ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കണ്ണൂർ സർവകലാശാലയിൽ സവർക്കറുടെ പാഠഭാഗം പഠിപ്പിക്കാൻ ആരാ തീരുമാനിച്ചത്? അതിനെ ആരാ ന്യായീകരിച്ചത്? സർ, അതിനാരാ ന്യായീകരിച്ചത്? അപ്പോൾ ഇതൊക്കെ മറച്ചു വെച്ചിട്ട് ഇവിടെ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരുപാട് വിവാദം ഉണ്ടായല്ലോ. സീറ്റ് ചോദിച്ച് മറ്റേ ഇദ്ദേഹം വന്നു എന്നും BJPയുടെ ഇവിടെ സംസ്ഥാനത്തുണ്ടായിരുന്ന പ്രഭാഹരി വന്നു നമ്മുടെ EP ജയരാജൻ്റെ വീട്ടിൽ. അത് കൊച്ചുമോൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാനാണെന്നാണ് പറഞ്ഞത്. പ്രഭാരി ജാവേദ്കർ വന്നത് എന്തിനാ? ജാവേദ്കർ എന്തിനാ വന്നത്? ജാവേദ്കർ വന്നത് സീറ്റ് ചോദിക്കാനാണ്. അതിനുശേഷമാണ് തൃശ്ശൂർ സീറ്റ് താലത്തിൽ വെച്ച് കൊടുത്തത്. അങ്ങനെ പലതും ഞങ്ങളെ കൊണ്ട് പറയിക്കരുത്. അപ്പോൾ അങ്ങനെ പലതും ഞങ്ങളെ കൊണ്ട് പറയരുത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇതാ ഈ ഒപ്പിട്ട
കരാറിന്റെ ഗുണത്തെക്കുറിച്ച് വീണ്ടും ശിവൻകുട്ടി വാചാലനാകുന്നുണ്ട്. PM ശ്രീ ഫണ്ട് കുട്ടികൾക്ക് അവകാശപ്പെട്ടതാണ്. ദേശാഭിമാനാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഔദാര്യമല്ല, കേന്ദ്രാവിഷ്കൃത പദ്ധതി ആയതിനാൽ തന്നെ തെരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളിൽ PM ശ്രീ എന്ന് ചേർക്കണമെന്ന വ്യവസ്ഥയുണ്ട്. എന്നാൽ പ്രധാനമന്ത്രിയുടെ പേരോ ചിത്രമോ വേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് എന്താ? പദ്ധതിയിൽ ഒപ്പിടാതെ ഫണ്ട് നഷ്ടപ്പെടുത്തിയാൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെയായും ഇത് കൂടുതൽ ബാധിക്കുക. PM ശ്രീയിൽ ഒപ്പിടാത്തതിനാൽ സമഗ്ര ശിക്ഷ കേരളയുടെ 1158.13 കോടിയാണ് നമുക്ക് നഷ്ടമായിട്ടുള്ളത്. അതുകൊണ്ട് അതുവഴി ഉണ്ടാക്കേണ്ട സൗകര്യങ്ങൾ ഈ സംസ്ഥാനത്തെ കുട്ടികൾക്കുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒപ്പിട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ സർ, ഞാൻ പറയുന്നത് ഇവിടെ നിങ്ങളുണ്ടാക്കി വെച്ച പ്രതിസന്ധി അത് വളരെ ക്ലിയറാണ്. ആ പ്രതിസന്ധിയിൽ നിന്ന് സ്റ്റേറ്റ് സെൻട്രൽ റിലേഷൻഷിപ്പുകളുണ്ട്. കേന്ദ്രം ഭരിക്കുന്നത് ഒരു പാർട്ടി ആയിരിക്കാം, കേരളം ഭരിക്കുന്നത് ആ രാഷ്ട്രീയത്തോട് വിയോജിപ്പുള്ള മുന്നണിയാണ്. പക്ഷേ സ്റ്റേറ്റ് സെൻട്രൽ റിലേഷൻഷിപ്പുകളുണ്ട് ഒരു കരാറിനെ സംബന്ധിച്ചിടത്തോളം. ആ കരാറിൽ എല്ലാ പഴുതും അടച്ചുകൊണ്ട് നിങ്ങൾ അവരുടെ ഇതിൽ ചെന്ന് നിന്നു കൊടുത്തു. അതായത് കേന്ദ്രത്തിന് മാത്രം പിൻവലിക്കാവുന്ന ഒരു കരാറ്, കേന്ദ്രം മാത്രം വ്യവസ്ഥകൾ തീരുമാനിക്കുന്ന എല്ലാ മേൽക്കൈയും കേന്ദ്രത്തിനുള്ളത്. ഇന്ന് പറഞ്ഞതിൻ്റെ ഒരംശം ആ കരാറുണ്ടാക്കുമ്പോൾ ശ്രീ പ്രസാദിന്റെ പാർട്ടിയോ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഈ പ്രതിസന്ധിയിലാകുമായിരുന്നില്ല. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സർ, ഗവൺമെന്റുകൾ തുടർച്ചയാണ് ഇതിൽ ഈ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ടും അതുപോലെ തന്നെ മറ്റ് വിധത്തിലുള്ള സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങളെ മാനിച്ചുകൊണ്ടും സംഘപരിവാർ അജണ്ടകൾക്ക് കീഴ്പ്പെടാതെയുമുള്ള ഒരു തീരുമാനമായിരിക്കും ഞങ്ങളിൽ നിന്നുണ്ടാകുക. ഇവിടെ സത്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഈ പറയുന്നത് തന്നെ ഞങ്ങളൊരു കരാറിലും ഒപ്പുവെച്ചിട്ടില്ല, ഞങ്ങൾ ഒപ്പുവെച്ചതിൻ്റെ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുമില്ല. പിന്നെ ഇവിടെ പറഞ്ഞത് ഇതാണ്, മെയ് 8 വന്ന കത്ത്, മെയ് 8 ഒരു കത്ത് വന്നു, ശരിയാണ്. മെയ് 8 വീണ്ടും കേന്ദ്രം കത്തയച്ചു. മെയ് 8 നിങ്ങളുടെ കാവൽ സർക്കാരാണ് ഇവിടെ. ഞങ്ങൾ അധികാരത്തിൽ വരുന്നത് മെയ് 18 അപ്പോൾ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോഴുള്ളത് ഈ ഒരു ലെറ്ററാണ്. നിങ്ങൾ ചെയ്തു വെച്ച കാര്യങ്ങളുടെ തുടർച്ച എന്തുകൊണ്ട് ചെയ്യുന്നില്ല, എപ്പോൾ ആരംഭിക്കും എന്നാണ് ഈ കത്തിൽ ചോദിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഗവൺമെന്റുകൾ തുടർച്ചയാണ്. ഞങ്ങളൊരു ക്യാബിനറ്റ് സബ് കമ്മിറ്റി വെച്ചിട്ടുണ്ട്. അതിലെല്ലാ കാര്യങ്ങളും വിശദമായി ചർച്ച ചെയ്യും. സംസ്ഥാനത്തിൻ്റെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് മാത്രം സംഘപരിവാർ അജണ്ടകൾക്ക് കീഴടങ്ങാത്ത നടപടികളെ ഞങ്ങളുടെ ഭാഗത്തുണ്ടാകൂ. അതിൽ യാതൊരു സംശയവും